അതുകൊണ്ടാണല്ലോ അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പരസ്യമായി സമ്മതിച്ചതല്ലേ. പക്ഷെ അദ്ദേഹത്തിന് മാനസിക പരിവർത്തനം വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാനസിക പരിവർത്തനം അദ്ദേഹത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് നിങ്ങളെല്ലാവരും ഒഴിവാക്കണം, അത് നിങ്ങളെല്ലാവരും മാറ്റണമെന്ന് ഇവിടുത്തെ യുവാക്കളോട് ആവശ്യപ്പെട്ടു. അത് നല്ല കാര്യം. പക്ഷെ ഇപ്പോഴത്തെ യുവാക്കൾക്കാണെങ്കിലും കൂടുതലും ഇത്തരത്തിലുള്ള ബാഡ് ഇൻഫ്ലുവൻസിനെയാണ് അവര് വേർഷിപ്പ് ചെയ്യുന്നത്. ലൈക്ക് പക്ഷെ നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് ഈ സമൂഹം, അങ്ങനെയായി മാറിയിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ തകർന്നുകൊണ്ട്, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹമായി ഇവിടുത്തെ ന്യൂ ജനറേഷൻ വളർന്നിരിക്കുന്നു എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു അപകടം സംഭവിച്ചു എന്നിരിക്കുക റോഡിൽ. പണ്ട് കാലത്തൊക്കെ ഒരു അപകടം സംഭവിച്ചാൽ എത്രയും വേഗം നമ്മൾ ആ അപകടം സംഭവിച്ച ആളെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക, അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷ നൽകുക, എത്രയും വേഗം അദ്ദേഹത്തെ കെയർ ചെയ്യുക എന്നുള്ളതാണ് ചിന്തിക്കുക. ഇന്നതാണോ നമ്മൾ സമൂഹത്തിൽ കാണുന്നത്? എത്രമാത്രം വീഡിയോ എടുക്കാം, എത്രമാത്രം ഇതിനെടുക്കാം എന്ന് വെച്ചാൽ എത്രമാത്രം ലൈക്ക് ഉണ്ടാക്കാം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ യുവാക്കൾ. അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആ അപകടത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോര ഒലിച്ച് കിടക്കുന്നതും അദ്ദേഹം അപകടത്തിൽ പെടുന്നതും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു രംഗമാണ്. അതിൻ്റെ ഫലമായിട്ട് എത്രയോ ഈ ശരിയായ രീതിയിൽ ആ ഒരു ചികിത്സ കിട്ടാതെ എത്രയോ ആളുകൾ റോഡിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിൽ, യുവാക്കളിൽ മനുഷ്യത്വം കുറഞ്ഞു പോയിരിക്കുന്നു. അത്തരം മനുഷ്യത്വം കുടുംബ ബന്ധങ്ങളിൽ കൂടെയും ഇത്തരം സാംസ്കാരികമായ ചിന്തകളിൽ കൂടെയാണ് ഉണ്ടാവുക. അത് ഉണ്ടായാൽ മാത്രമേ സാമൂഹ്യ മാറ്റം സാധ്യമാവുള്ളൂ.